ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കെയറിങ്ങും അതിൻ്റെ ക്ലീനിങ്ങും അതേപോലെ തന്നെ ഈ ലീഫൊക്കെ കട്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മളൊരു മാസത്തിൽ 2-3 തവണയെങ്കിലും ഇൻഡോർ പ്ലാന്റിൻ്റെ ലീഫ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇതിൽ പൊടിയോ എന്തെങ്കിലുമൊക്കെ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ സെൽസ് അടഞ്ഞു പോകാനും പ്ലാന്റിൻ്റെ ലീഫ് കരിഞ്ഞു പോകാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാസത്തിൽ 2-3 തവണ ഇതിൻ്റെ ലീഫ് ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും എന്നാണ് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ലീഫ് ഒന്ന് ക്ലീൻ ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ എടുത്തേക്ക് നമുക്കൊരു കോട്ടൺ തുണിയാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറാണ് എടുത്തത്, പക്ഷേ കോട്ടൺ തുണിയാണ് ഏറ്റവും നല്ലത്. അതേപോലെ ഒരു സ്പ്രെയർ ആവശ്യമുണ്ട്. നമുക്ക് സ്പ്രെയറിൽ മിസ്റ്റായിട്ട് വരുന്നൊരു സ്പ്രെയറാണ് നമുക്ക് ആവശ്യമുള്ളത്. ജസ്റ്റ് നമുക്ക് ഈ ഇലയിലോട്ട്, ഈ ഇലയാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഇലയിലോട്ട് നമ്മൾ ജസ്റ്റ് വെള്ളം നല്ലപോലെ ഒന്ന് സ്പ്രേ ചെയ്യുക. അതിനുശേഷം ഒരു കോട്ടൺ തുണി കൊണ്ട് ഈ അടിയിൽ, ഇലയുടെ ലീഫിൽ അടിയിൽ നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇല പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇലയുടെ അടിയിൽ ഇനി പിടിച്ചുകൊണ്ട് പതിയെ ഇങ്ങനെ നമുക്ക് വൈപ്പ് എടുക്കാൻ പറ്റും. പതിയെ ആ പൊടി ഉൾപ്പെടെ ആ വെള്ളത്തിൻ്റെ കൂടെ നമുക്കിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഇൻഡോർ പ്ലാന്റിൻ്റെ ലീഫ് ക്ലീനിങ് വരുന്നത്. നന്നായിട്ട് ഇലയിൽ വെള്ളം ഇരിക്കാത്ത രീതിയിൽ വേണം നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ഏറ്റവും നല്ലത് കോട്ടൺ തുണിയാണ്. കോട്ടൺ തുണിയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് എല്ലാ ലീഫും ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്യാം. അതിനുശേഷം നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നത് ജസ്റ്റ് നല്ലപോലെ പൊടിയൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു പ്ലാന്റ് ആണെങ്കിൽ അതിൻ്റെ പൊടി എങ്ങനെ കളയാം, ലീഫിലെ പൊടികൾ എങ്ങനെ കളയാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതേപോലെ ഇപ്പോൾ ഈ ലീഫിലൊക്കെ അത്യാവശ്യം ഒരു പൊടിയൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു ലീഫാണ്. അപ്പോൾ ഈ ലീഫിൽ പൊടിയുള്ളത് ജസ്റ്റ് ഈ ലീഫിലിങ്ങനെ പിടിക്കുക, എന്നിട്ട് നന്നായിട്ട് സ്പ്രേ ഇതിനകത്ത് ചെയ്യുക. ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കുടഞ്ഞു വെച്ചാൽ ഈ പൊടികൾ നന്നായിട്ട് പോകും. അതിനുശേഷം നമുക്ക് വൈപ്പ് എടുക്കാമെങ്കിൽ ഒന്നുകൂടി ബെറ്ററായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ഒരു ടിപ്പുണ്ട്, ജസ്റ്റ് ഒരു ചെറിയൊരു ടിപ്പാണ്. അത് നമ്മുടെ ഈ പാല് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഈ ഇല ക്ലീൻ ചെയ്ത പോലെ ചെയ്യാമെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം നല്ല ഗ്ലോസി ആയിട്ട് കൂടുതൽ കാലം നിൽക്കാനായിട്ട് അത് സഹായിക്കും. ഈ പാലിലുള്ള ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ ഇലേനെ ഗ്ലോസി ആക്കി നിർത്താനായിട്ട് സഹായിക്കും. അപ്പോൾ പാല് വെള്ളത്തിൽ കലക്കിയിട്ട് കുറച്ച് മുക്കി ഒന്ന് തുടക്കുവാണെങ്കിൽ നന്നായിട്ട് പ്ലാന്റ് കൂടുതൽ കാലം നല്ല ഷൈനിങ് ആയിട്ട് പ്ലാന്റ് ഇരിക്കും. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ് എല്ലാ പ്ലാന്റിനും നമുക്ക് പ്രായം ആകുമ്പോൾ പഴയ ലീഫ് പോയിക്കൊണ്ടിരിക്കും. പഴയ ലീഫ് പോയിട്ടായിരിക്കും പുതിയ ലീഫ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് ലീഫ് പഴുത്തിരിക്കുന്നതാണ്. അത് വേറെ രോഗങ്ങളോ ഒന്നുമല്ല. കൂടുതലായിട്ട് ഇലകൾ പഴുക്കുന്നെങ്കിൽ മാത്രം നമ്മൾ എന്തെങ്കിലും ഫംഗസ് ഇൻഫെക്ഷനോ അങ്ങനെയായിട്ടൊക്കെ നമ്മൾ കരുതിയാൽ മതിയാകും. കാരണം ഇടയ്ക്ക് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ 1-2 ലീഫൊക്കെ പോകുന്നത് പ്ലാന്റ്സിൻ്റെ നോർമലായിട്ട് പോകുന്നതാണ്. കാരണം ഏജ്ഡായിട്ടുള്ള ലീവ്സ് അത് പഴുത്ത് പോകുന്നതാണ്. അത് നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാമെന്നാണ് നമ്മളിത് നോക്കുന്നത്. ജസ്റ്റ് നമ്മളൊരു സിസേഴ്സ് എടുക്കുക. എപ്പോഴും ലീഫ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എൻഡിൽ നിന്ന് മാക്സിമം കട്ട് എടുക്കാൻ നോക്കുക. പതിയെ സിസേഴ്സ് കൊണ്ട് മറ്റ് ലീഫിനും പ്ലാന്റ്സിനും കേടില്ലാത്ത രീതിയിൽ നമുക്ക് പതിയെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ സിംഗിളായിട്ട് ഓരോ ലീഫും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. അതേപോലെ കേടുള്ള ലീഫുകളൊക്കെ നമ്മൾ പതിയെ കട്ട് ചെയ്ത് മാറ്റുക. പതിയെ വേറെ ലീഫൊന്നും പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ഈ ലീഫ് ഫംഗസോ ഒന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ചുമ്മാ ഇങ്ങനെ ചുരുട്ടിയിട്ട് മറ്റ് പ്ലാന്റ് ചുവട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. കാരണം അത് ഒരു വളമാണ്. ഇത് ദ്രവിച്ചത് വളമായി കഴിഞ്ഞാൽ അതൊരു ഫെർട്ടിലൈസർ കൂടി ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഫംഗസോ അങ്ങനെയുള്ളൊന്നും അല്ല പ്ലാന്റിനുള്ളത്. ഈ ലീഫ് ഇതേപോലെ പഴുത്ത് പോവുകയാണെങ്കിൽ ജസ്റ്റ് ചുരുട്ടുക, മണ്ണിലോട്ടൊന്ന് ഇങ്ങനെ കുത്തിയങ്ങോ നമ്മൾ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. ഇത് പതിയെ ഉടനെ ദ്രവിച്ച് അതിന് വളമായിക്കോളും. പിന്നെ നമ്മൾ പരിചയപ്പെടുന്നത് കുറച്ച് ഇൻഡോർ പ്ലാന്റുകളുടെ പൊസിഷനിങ് ആണ്. അതായത് നമ്മൾ ഇൻഡോർ പ്ലാന്റുകൾ ലിവിങ് ഏരിയയിൽ വെക്കുന്നുണ്ട്, അതേപോലെ തന്നെ ബാത്റൂമിൽ വയ്ക്കും, അതേപോലെ തന്നെ ബെഡ്റൂമിൽ വയ്ക്കും. അങ്ങനെയുള്ള പല പ്ലാന്റ്സും പല സ്ഥലങ്ങളാണ്. ചിലപ്പോൾ എല്ലാ പ്ലാന്റുകളും നമുക്ക് ബാത്റൂമിലോ ബെഡ്റൂമിലോ ഒന്നും വയ്ക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമുണ്ടാകും. ഇപ്പോൾ ബാത്റൂമൊക്കെ ആണെങ്കിൽ ലൈറ്റിങ് വളരെ കുറവായിരിക്കും. ഇൻഡോർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഇരുട്ടത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഒട്ടും ലൈറ്റില്ലാത്തടുത്ത് നിൽക്കുന്ന പ്ലാന്റ് അല്ല ഇൻഡോർ പ്ലാന്റ്സ്. നോർമൽ ലൈറ്റ്സ്, അപ്പോൾ സാധാരണ ചെടികളെ അപേക്ഷിച്ച് ലൈറ്റ് കുറവ് മതി. എന്നാൽ നോർമൽ ലൈറ്റ്, വിൻഡോയിൽ കൂടിയുള്ള ലൈറ്റോ അല്ലെങ്കിൽ വാതിൽ കൂടിയുള്ള ലൈറ്റോ അതൊക്കെ ഇൻഡോർ പ്ലാന്റ്സിന് ആവശ്യമാണ്. അല്ലെങ്കിൽ ആഴ്ച ഒരു ദിവസം ഷെയ്ഡ് ലൈറ്റ് വെക്കേണ്ട അങ്ങനത്തെ ഒരു ലൈറ്റ് ആവശ്യമാണ്.
അപ്പോൾ നമ്മളിപ്പോൾ ആദ്യമായി പരിചയപ്പെടുന്നത് നമുക്ക് നമ്മുടെ ലിവിങ് ഏരിയയിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഫസ്റ്റ് ഇത് ഫൈക്കസ് ലൈറാറ്റ എന്ന് പറയുന്നൊരു പ്ലാന്റാണ്. അത് ഫിഗ് എന്നറിയപ്പെടും. ഇതിൻ്റെ ശരിക്കുള്ള പേര് ഫൈക്കസ് ലൈറാറ്റ എന്നാണ്. ഇത് നമുക്ക് ലിവിങ് ഏരിയയിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. കാരണം ഇത് നമുക്ക് ബാത്റൂമിലൊക്കെ വെച്ചാൽ ഇതിൻ്റെ ലീഫൊക്കെ കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ആ ലൈറ്റ് പോരായി പ്ലാന്റ്. ഇത് നമുക്കെപ്പോഴും ലിവിങ് ഏരിയ അല്ലെങ്കിൽ കുറച്ച് ലൈറ്റൊക്കെ ഉള്ള ഏരിയ, ബാൽക്കണി അങ്ങനെയുള്ള ഏരിയയിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഫൈക്കസ് ലൈറാറ്റ. ഇത് ഹൈലി ഓക്സിജൻ എമിറ്റിംഗ് ആണ്. നമുക്ക് നമ്മുടെ ലിവിങ്ങിലൊക്കെ വെക്കാമെങ്കിൽ നല്ല എപ്പോഴും ഫ്രഷ് എയർ തരുന്നൊരു പ്ലാന്റാണ് ഈ ഫൈക്കസ് ലൈറാറ്റ എന്ന് പറയുന്നത്. ഇത് നമുക്ക് വയ്ക്കാം. അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് ടേബിൾ പാമാണ്. നമ്മുടെ ലിവിങ് ഏരിയയിലുള്ള ടേബിൾ ടോപ്പിലോ അല്ലെങ്കിൽ ലിവിങ് ഏരിയയിലുള്ള കോർണർ ടേബിളുകളിലോ അങ്ങനെയൊക്കെ വെക്കാൻ പറ്റുന്നൊരു പാമാണിത്. ടേബിൾ പാം എന്ന് പറയും. ഒരു ഫാൻ പാം എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. ടേബിൾ പാം എന്നാണ് നോർമലി അറിയപ്പെടുന്നത്. ഇതും നന്നായിട്ട് അത്യാവശ്യം നോർമൽ ലൈറ്റ് കിട്ടുന്ന ഏരിയകളിൽ നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ലിവിങ് ഏരിയ അങ്ങനെയുള്ള ഏരിയകളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞത്. ഇനി നമ്മൾ അടുത്തത് പരിചയപ്പെടുന്നത് പക്കീറ എന്ന് പറയുന്നൊരു പ്ലാന്റാണ്. ഇത് നമുക്ക് ലിവിങ് ഏരിയയിൽ തീരെ ലൈറ്റ് ഇല്ലാത്തടത്തോ ബെഡ്റൂമിൽ വെക്കുന്നവരുണ്ട്. ബെഡ്റൂമിൽ ലൈറ്റുള്ള ബെഡ്റൂമിലാണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ലിവിങ് ഏരിയയിൽ ഈ പ്ലാന്റ് പെർഫെക്റ്റ് ആണ്. കാരണം ഒത്തിരി സ്പേസും അതേപോലെ തന്നെ നല്ല അത്യാവശ്യം വെളിച്ചമൊക്കെ വരുന്നൊരു ലിവിങ് ഏരിയ ആണെങ്കിൽ നന്നായിട്ട് ഈ പ്ലാന്റ് സർവൈവ് ചെയ്യും. അതേപോലെ ഇതിന് ലക്കി പ്ലാന്റ് എന്നൊരു പേരിടി വരുന്നുണ്ട്. ഈ ഫെങ്ഷുയി പ്രകാരം ഇതിനൊരു ലെക്ക് ഉള്ള പ്ലാന്റ് ആണെന്നൊക്കെയാണ് ഫെങ്ഷുയിയുടെ വിശ്വാസപ്രകാരം പറയുന്നത്. ഒത്തിരി ആൾക്കാർ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തും അല്ലാതെയൊക്കെ ഒത്തിരി ആൾക്കാർ കൊണ്ടുപോയി ലിവിങ് ഏരിയയിലും അതേപോലെ ബാൽക്കണിയിലും ഒക്കെ വെക്കുന്നൊരു പ്ലാന്റാണ്. നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണത്. പക്കീറ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് കുറച്ച് ബെഡ്റൂം പ്ലാന്റാണ്. ബെഡ്റൂമിലും ബാത്റൂമിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഓൾമോസ്റ്റ് കുറച്ച് പ്ലാന്റുകൾ നമുക്ക് ബെഡ്റൂമിലും ബാത്റൂമിലും യൂസ് ചെയ്യാൻ പറ്റും. കാരണം മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റുകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ ഇത് സെൻസേവെരിയ അല്ലെങ്കിൽ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയും. സെൻസേവെരിയ ബ്ലാക്ക് ജാക്ക് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒട്ടും ലൈറ്റ് വേണ്ടാത്തൊരു പ്ലാന്റാണ്. മീൻസ് നോർമൽ ലൈറ്റ്, ബെഡ്റൂം ലൈറ്റ്, ബാത്റൂമിലുള്ള ലൈറ്റ്, ആ ലൈറ്റിലൊക്കെ സർവൈവ് ചെയ്യുന്ന ഒരു പ്ലാന്റാണിത്. അതാകുമ്പോൾ മെയിൻ്റനൻസ് വളരെ കുറവാണ്. 10-15 ദിവസത്തിൽ വെള്ളം ഒഴിച്ചാൽ മതി. അതേപോലെ തന്നെ ബെഡ്റൂമിലും വയ്ക്കാം, ബാത്റൂമിലും വയ്ക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഹൈലി ഓക്സിജൻ എമിറ്റിംഗ് പ്ലാന്റാണ്. നമ്മുടെ സാധാരണ പ്ലാന്റിനെ അപേക്ഷിച്ച് കൂടുതൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പ്ലാന്റാണ് ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റികളെന്ന് പറയുന്നത്. അത് മാത്രമല്ല നമ്മുടെ റൂമിലോ അല്ലെങ്കിൽ ബാത്റൂംസിലോ ഒക്കെ ഉള്ള ബാഡ് സ്മെൽസ്, വോൾട്ടൈൽ കെമിക്കൽസ്, അമോണിയം പോലുള്ള കെമിക്കൽസ് അങ്ങനെയുള്ള ബാഡ് സ്മെല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്ലാന്റ് അബ്സോർവ് ചെയ്യും, ഫ്രഷ് എയർ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നൊരു പ്ലാന്റാണ് ഈ സെൻസേവെരിയ എന്ന് പറയുന്നത്. ഇതും അതേപോലെ തന്നെ സെൻസേവെരിയയുടെ വേറൊരു വെറൈറ്റിയാണ്. സെൻസേവെരിയയുടെ വേറൊരു വെറൈറ്റിയാണ് ഇത് വരുന്നത്. ഇതും ബെഡ്റൂമിലും നമുക്ക് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ബാത്റൂമിലും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് സ്പാത്തിഫില്ലം അല്ലെങ്കിൽ പീസ് ലില്ലി എന്ന് പറയുന്നൊരു പ്ലാന്റാണ്. ഇത് നോർമലി നമുക്ക് നമ്മുടെ ലിവിങ് ഏരിയകളിലും അതേപോലെ തന്നെ ബാൽക്കണികളിലും ബെഡ്റൂമുകളിലും യൂസ് ചെയ്യുന്നൊരു പ്ലാന്റാണ്. കൂടുതലും ആൾക്കാർ ബെഡ്റൂമുകളിൽ യൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഹൈലി ഓക്സിജൻ എമിറ്റിംഗ് ആണ്. നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ നമ്മൾ 5 ഓക്സിജൻ എമിറ്റിംഗ് പ്ലാന്റ് നോക്കിയാൽ വരുന്ന ആദ്യത്തെയോ രണ്ടാമത്തെയോ പ്ലാന്റ് ഇതായിരിക്കും. ഒന്ന് വരുന്നത് സ്നേക്ക് പ്ലാന്റ് ആയിരിക്കും, രണ്ടാമത്തേത് പീസ് ലില്ലി അല്ലെങ്കിൽ സ്പാത്തിഫില്ലം ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ അരേക്ക പാം എന്ന് പറഞ്ഞൊരു പാമുണ്ട്. ആ അരേക്ക പാമാണ് പിന്നീട് വരുന്നത്. ഈ 3 പ്ലാന്റുകളാണ് മെയിൻലി ഓക്സിജൻ എമിറ്റിംഗ് അല്ലെങ്കിൽ ബെഡ്റൂം പ്ലാന്റ്സ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലൊരു പ്ലാന്റാണ് ഇത്. ഇതിനും മെയിൻ്റനൻസ് കുറവാണ്. പക്ഷേ ഒരു 3 ഡേയ്സ് കൂടുമ്പോൾ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഈ പ്ലാന്റിന്. 3 ഡേയ്സ് കൂടുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചാൽ മാത്രമേ പ്ലാന്റ് സർവൈവ് ചെയ്ത് പോകത്തുള്ളൂ. ഇനി നമ്മൾ പരിചയപ്പെടുന്ന ലക്കി ബാമ്പുവിൻ്റെ കുറച്ച് വെറൈറ്റികളാണ്. ഇതിൻ്റെ ഗുണം വെച്ചാൽ ബാത്റൂമിൽ വെക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റുകളാണ്. ബാത്റൂമിൻ്റെ വിൻഡോയുടെ സൈഡുകളിലും അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ നമ്മുടെ സ്പേസിലും വെക്കാൻ പറ്റുന്ന സ്പേസിലും ഒക്കെ വെക്കാവുന്ന ലക്കി ബാമ്പുമാണ്. ഇത് നമുക്ക് ഫുള്ള് വെള്ളത്തിലും വെക്കാം, അതേപോലെ മണ്ണിലും വെക്കാൻ പറ്റും. വെക്കുമ്പോൾ ഒത്തിരി ലൈറ്റ് ആവശ്യമില്ലാത്ത പ്ലാന്റാണ്. ബാത്റൂമിൽ ആ ലോ ലൈറ്റിൽ ഇതൊക്കെ സർവൈവ് ചെയ്ത് പോകുന്ന പ്ലാന്റാണ് ലക്കി ബാമ്പു. അതേപോലെ തന്നെ CC പ്ലാന്റ് എന്ന് പറയുന്നത്. ഈ CC പ്ലാന്റും ഒത്തിരി ലോ ലൈറ്റ് ആണെങ്കിലും ഈ പ്ലാന്റ് സർവൈവ് ചെയ്തോളും. പിന്നെ മറ്റൊരു ഗുണമെന്ന് വെച്ചാൽ വെള്ളം ഓവറായിട്ട് വേണ്ട എന്നുള്ളതാണ്. ഒത്തിരി വെള്ളമില്ലാണ്ട് നന്നായിട്ട് പ്ലാന്റ് സർവൈവ് ചെയ്യും. അതേപോലെ ഇരുട്ടാണെങ്കിലും വലിയ പ്രശ്നമില്ലാണ്ട് നിൽക്കുകയും ചെയ്യുന്നൊരു പ്ലാന്റാണ് CC പ്ലാന്റ്, അതേപോലെ ലക്കി ബാമ്പു അങ്ങനെയുള്ള പ്ലാന്റുകൾ വരുന്നത്. പിന്നെ നമുക്കിപ്പോൾ ബെഡ്റൂമിലോ അല്ലെങ്കിൽ ഒക്കെ ചെറിയൊരു സ്പേസൊക്കെ ഉണ്ടെങ്കിൽ
ഇത് തന്നെ സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റി, ചെറിയ മിനിയേച്ചർ വെറൈറ്റിയാണ്. നമുക്കൊരു ചെറിയ സ്പേസൊക്കെ ആണെങ്കിൽ ആ സ്പേസിൽ ബെഡ്റൂമിൽ അല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ സ്പേസ്, നമ്മുടെ വാഷ് ബേസിൻ്റെ സൈഡിലൊക്കെ ഒരു ചെറിയ സ്പേസൊക്കെ ആണെങ്കിൽ ആ സ്പേസിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ് ഈ പറയുന്ന സെൻസേവരിയുടെ മിനിയേച്ചർ വെറൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മളെ ശ്രദ്ധിച്ചതിന് വളരെ നന്ദിയുണ്ട്. നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, പ്ലാന്റേ ഹോമിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, www.plantehome.com എന്നാണ് വെബ്സൈറ്റ്. അതിൽ സെർച്ച് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. Thanks for watching. Please do subscribe to Small to Big channel by clicking the logo and press the bell icon to receive latest updates and episodes.